നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സ്മൈൽ ഭവന പദ്ധതി ഏറെ ശ്രദ്ധ നേടുകയാണ്. സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി നടി തൻവീർ റാം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്തത് വലിയ വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്മൈൽ ഭവന പദ്ധതിയും ഏറെ ശ്രദ്ധ നേടുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന MLAയുടെ പദ്ധതിയാണിത്. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതി. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എത്തി എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. പാലക്കാട് മണ്ഡലത്തിലെ ഒട്ടേറെ കുടുംബങ്ങളുടെ ചിരകാല അഭിലാഷമാണ് സ്മൈൽ ഭവനം, അതായത് ഒരു വീട് എന്ന സ്വപ്നം. അതിനെ യാഥാർത്ഥ്യമാക്കുന്ന തരത്തിലാണ് സ്മൈൽ ഭവന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. വോട്ട് ചോദിക്കാനായി പോയപ്പോൾ, അതായത് MLA, നമുക്കറിയാം വടകരയിലെ ആ ഒരു ഉപതെരഞ്ഞെടുപ്പൊക്കെ, വടകര MLA ആയിരുന്ന ഷാഫി പറമ്പിൽ MP ആകുന്നതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് മത്സരിച്ചത്, UDF വേണ്ടി മത്സരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അദ്ദേഹം വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. എല്ലാ സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നു. അപ്പോൾ താൻ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ ടാർപോളിൻ ഷീറ്റ് മറച്ച വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടു. അതുകൊണ്ടാണ് ഈ പദ്ധതി ഇത്തരത്തിലൊരു സ്മൈൽ ഭവനം എന്ന പദ്ധതി ആവിഷ്കരിച്ചതെന്നും അത് നടപ്പിലാക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷീറ്റ് മറച്ച് വീടുകളിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടതാണ് ഈ പദ്ധതിക്ക് പ്രചോദനമായത്. തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിന്റെ സന്തോഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കുവച്ചു. അതായത് വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ താൻ കണ്ട ജനങ്ങളുടെ ദുരിതാവസ്ഥ. പക്ഷേ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേറിയപ്പോൾ ആ ജനങ്ങളെ മറക്കാനോ അവരുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കായില്ല. വിജയഭേരി മുഴക്കി MLA കസേരയിലേക്ക് വന്നപ്പോൾ ആ ജനങ്ങളുടെ ദുഃഖം കണ്ടില്ലെന്ന് നടിക്കാതെ അവർക്ക് വലിയൊരു പ്രശ്ന പരിഹാരം കാണാൻ MLA ശ്രമിക്കുകയാണ് സ്മൈൽ ഭവനത്തിലൂടെ. പദ്ധതി വിജയകരമാക്കാനുള്ള ശ്രമത്തിലാണ് പാലക്കാട് MLA. അതെ, എന്തായാലും ഈ ഒരു സ്മൈൽ ഭവന പദ്ധതി അത് വളരെയധികം ശ്രദ്ധ നേടുകയാണ്. മാത്രമല്ല ഒരുപാട് പേർക്ക് വീടെന്ന സ്വപ്നത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള പദ്ധതിയായി ഇത് മാറിയിരിക്കുകയാണ്. എല്ലാ MLAമാരും അവരുടെ മണ്ഡലങ്ങളിലൊക്കെ ഓരോരോ പരിപാടികൾ അല്ലെങ്കിൽ ഓരോരോ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട് ജനങ്ങളുടെ നന്മയ്ക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി. പക്ഷെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പദ്ധതികൾ ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടുന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ലൈംഗികാരോപണ വിധേയനായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുണ്ടായ വെല്ലുവിളികൾ, MLA എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളികൾ, അതിനെല്ലാം അതിജീവിച്ച MLA ഇപ്പോൾ ആ ഒരു തന്റെ പ്രവൃത്തി മണ്ഡലത്തിലൊക്കെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് MLAയുടെ പ്രവൃത്തികളും പദ്ധതികളും ഒക്കെ വാർത്താ പ്രാധാന്യം നേടുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സ്മൈൽ ഭവനത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ മുഖ്യാതിഥിയായി നടി തൻവീർ റാമാണ് പങ്കെടുത്തത്. ഇവിടെ പല പരിപാടികൾക്ക് താൻ വന്നിട്ടുണ്ട്. ഇന്നും അങ്ങനെ ഒരു പരിപാടിക്ക് വന്നതാണെന്ന് തൻവീർ റാം പറഞ്ഞു. രാഹുൽ കുറച്ചു കാലം മുന്നേ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം, പറ്റുമെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതുപോലെ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് ഞാൻ നന്ദി പറയുന്നു എന്നായിരുന്നു തൻവീർ റാമിന്റെ പ്രതികരണം. സ്വന്തമായി വീടില്ലാത്തവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന പദ്ധതിയുടെ ഭാഗമായി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടയാണെന്നും തൻവീർ റാം വ്യക്തമാക്കി. പാലക്കാട് പല പരിപാടികൾക്ക് വന്നിട്ടുണ്ട്. ഇന്നും അത്തരത്തിലുള്ളൊരു പരിപാടിക്ക് വന്നതാണ്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്ന കാര്യം രാഹുൽ കുറച്ചു കാലം മുമ്പ് തന്നോട് പറഞ്ഞിരുന്നു. എന്നെ ഇവിടേക്ക് വിളിച്ചതിൽ ഏറെ സന്തോഷം. വീട് ഇന്നിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇങ്ങനെ ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന രാഹുലിന് നന്ദി എന്നായിരുന്നു തൻവീർ പറഞ്ഞത്. സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ ആസിഫ് അലിയായിരുന്നു വന്നത്. അതിനുശേഷം സൈജു കുറുപ്പും മുഖ്യാതിഥിയായി എത്തിയിരുന്നു. ഇപ്പോൾ തൻവീർ റാമും ചടങ്ങിൽ പങ്കെടുത്തതിലേറെ സന്തോഷമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ചടങ്ങിനിടെ പ്രതികരിച്ചിരുന്നു. MLA ആയാൽ എന്ത് ചെയ്യുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ആളുകൾ ചോദിച്ചത്. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്നാണ് താൻ അന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് നിരവധി വിവാദങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കടന്നുപോയി. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് എതിരെയും അദ്ദേഹത്തെ അനുകൂലിച്ചും പലരും വന്നിരുന്നില്ല. ഏറ്റവും പ്രധാനം നടി സീമാജി നായർ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ പിന്തുണയാണ്. ലൈംഗികാരോപണങ്ങളെ തുടർന്ന് മാറി നിന്ന MLA KSRTC ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വീഡിയോ പങ്കുവച്ച് നടി സീമാജി നായർ രംഗത്ത് വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വയോധികയെ കാണാനെത്തിയതിന്റെ വീഡിയോ ആണ് സീമാജി നായർ തന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഇന്ന് കണ്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ വീഡിയോ എന്നായിരുന്നു സീമാജി നായർ കുറിച്ചത്.
വീഡിയോയിൽ ഫോണിൽ സംസാരിക്കുന്ന വയോധിക എന്റെ മകൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നതായി കേൾക്കാം. രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതെന്നും അവർ പറയുന്നു. മറുതലയ്ക്കുള്ള ആളോട് രാഹുൽ തന്റെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ഫോൺ രാഹുലിന് കൈമാറി. തുടർന്ന് രാഹുൽ അവരുമായി സംസാരിച്ചു. വയോധിക രാഹുലിനെ ചേർത്ത് പിടിക്കുന്നതായും തലോടുന്നതായും വീഡിയോയിലുണ്ട്. രാഹുലിനെ കണ്ട സന്തോഷം അവർ വീഡിയോയിലുടനീളം പങ്കുവയ്ക്കുന്നുണ്ട്. തുടർന്ന് രാഹുലിനോട് ഒരു ക്ഷേത്രത്തിൽ പോകാനും വഴിപാടുകൾ നടത്താനും അവർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പോയ സ്ത്രീ രാഹുലിന് വേണ്ടി വഴിപാട് കഴിച്ചതായി MLAയ്ക്കൊപ്പം എത്തിയ ആൾ പറയുന്നു. തന്റെ മകൻ എന്ന് ആവർത്തിച്ച് വീഡിയോയിൽ വയോധിക രാഹുലിനെ വിശേഷിപ്പിക്കുന്നതായി കേൾക്കാവുന്നതാണ്. ഇന്ന് കണ്ട ഏറ്റവും സന്തോഷം നിറഞ്ഞ വീഡിയോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ഒരുപാട് അമ്മമാരുടെ സ്നേഹവും പ്രാർത്ഥനയും രാഹുലിനുണ്ട് എന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നടി സീമാജി നായർ കുറിച്ചത്. പോസ്റ്റിനെ വിമർശിച്ച് കമന്റ് ഇടുന്നവർക്ക് രൂക്ഷമായ ഭാഷയിലാണ് നടി മറുപടി നൽകുന്നത്. മാത്രമല്ല, പാലക്കാട് MLA ഓഫീസിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ സ്വീകരണത്തിലും നടി സീമാജി നായർ പ്രതികരിച്ചിരുന്നു. ഏറെ സന്തോഷം തോന്നിയ ദിവസമായിരുന്നു ഇന്നെന്ന് സീമാജി നായർ പറഞ്ഞു. പാലക്കാട് എത്തിയ രാഹുലിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു നടിയുടെ കുറിപ്പ്. ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: കേട്ട തെറികൾക്ക് കുറവില്ല, കേട്ടാൽ അറയ്ക്കുന്ന പലതും കേട്ടു. എന്നെ സ്നേഹിക്കുന്നവരോട് ഞാൻ കമന്റ് നോക്കരുതെന്ന് പറഞ്ഞു. സ്വതന്ത്രമായി ചിന്തിക്കാനും ജീവിക്കാനും പറ്റുന്ന ഈ നാട്ടിൽ എനിക്കും പറയണമെന്ന് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ ആകാനേ കഴിയൂ. ഇന്ന് ഏറെ സന്തോഷം തോന്നിയ ദിവസമെന്നായിരുന്നു സീമാജി നായർ കുറിച്ചത്. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ശേഷം ആദ്യമായിട്ടാണ് രാഹുൽ പാലക്കാട് എത്തിയത്. അപ്പോൾ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ ഒരു ദിവസം എത്തിയ ശേഷം സ്വദേശമായ അടൂരിലേക്ക് മടങ്ങുകയും പിന്നാലെ പാലക്കാട് തന്റെ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് എത്തുകയുമായിരുന്നു. രാഹുലിന്റെ വരവിന് മുന്നോടിയായി രാവിലെയോടെ MLA ഓഫീസ് തുറന്നിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ എത്തിയിരുന്നു. ഓഫീസ് പരിസരത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് വെല്ലുവിളികൾ, അതായത് MLAയെ തടയും, MLAയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളികളൊക്കെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഓഗസ്റ്റ് 17-നാണ് രാഹുൽ അവസാനമായി പാലക്കാട് എത്തിയത്. വിവാദങ്ങൾക്ക് പിന്നാലെ ആദ്യം രാഹുൽ എത്തുമെന്ന് അറിഞ്ഞിരുന്ന ആ ദിവസം വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധമാണ് BJPയുടെ അതുപോലെ DYFയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ അന്ന് രാഹുൽ എത്തിയില്ല. പിന്നീട് മറ്റൊരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഓഫീസിലേക്ക് എത്തുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത്. പിന്നാലെ വിവാദം, അതായത് വെല്ലുവിളികളും ഒക്കെയായി BJPയും അതുപോലെ തന്നെ DYFയും രംഗത്ത് വരുന്നു. MLA പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളികൾ മുഴക്കുന്നു. അതിനു പിന്നാലെ പോലീസ് സുരക്ഷ ശക്തമാക്കുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പ്രവൃത്തി മണ്ഡലത്തിൽ, അതായത് MLA പദത്തിൽ തന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി യൂത്ത് ലീഗിന്റെ വേദിയിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, അതും ശ്രദ്ധേയമായിരുന്നു. പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളനത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ രാഹുൽ എത്തിയത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് യൂത്ത് ലീഗിന്റെ പരിപാടിയിലും എത്തിയത്. വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ രാഹുൽ പ്രസംഗിക്കുന്നത്. LDFനെതിരെയായിരുന്നു രാഹുലിന്റെ പ്രസംഗം. LDF സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ യൂത്ത് ലീഗ് വേദിയിലെ പ്രസംഗം നടത്തിയത്. 9.5 വർഷക്കാലത്തെ അവഗണന ഓർത്തുവെച്ച് 2026-ൽ പലിശ സഹിതം ഈ നാട് മറുപടി നൽകുമെന്ന് പിണറായി വിജയനോ വിജയന്റെ സേനയിൽപ്പെട്ട ആരാധകനോ ഒരു സംശയമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. 9.5 വർഷമാകുമ്പോഴാണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ഈ സർക്കാർ ആലോചിക്കുക പോലും ചെയ്യുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.